മദീനയിൽ പ്രവാചകൻ വന്നെത്തിയ തോട്ടമാണിത്. ഇന്നത്തെ ഖുബാ പള്ളിയൊക്കെ നിലനിൽക്കുന്ന സ്ഥലം. ഇന്നീ തോട്ടം ഇതുപോലെയില്ല. ബുസ്താൻ അൽ മുസ്തലൽ എന്ന പേരിൽ ഈ തോട്ടം പുതിയ രൂപത്തിലേക്ക് മാറി. ഈ പ്രദേശം നിൽക്കുന്നത് ഖുബാ പള്ളിയുടെ തെക്ക് ഭാഗത്താണ്. ഇവിടെ നിന്നും അല്പം സഞ്ചരിച്ചാൽ ഉഹുദിലെത്താം. പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ട മലനിരകൾ. ഇവിടെയാണ് അൽ അവാലി, അൽ ആലിയ എന്നെല്ലാം അറിയപ്പെടുന്ന പ്രദേശം. മദീനയിൽ പ്രവാചകനെ സ്വീകരിച്ചവർ അറിയപ്പെട്ടത് അൻസാരികൾ എന്നാണ്. അവർ താമസിച്ച സ്ഥലം കൂടിയാണ് അൽ ആലിയ. എല്ലാം നിൽക്കുന്നത് പ്രവാചക പള്ളിയിൽ നിന്നും വേഗത്തിൽ നടന്നെത്താവുന്ന ദൂരത്തിലാണ്. പ്രവാചക കാലത്ത് ഖുബ ഉൾപ്പെടുന്ന പ്രദേശം ഒറ്റപ്പെട്ട ഗ്രാമമായിരുന്നു. പ്രവാചകൻ ഇവിടേക്ക് നടന്നെത്തുന്നതും ശനിയാഴ്ചകളിൽ ഖുബായിലെ പള്ളിയിലെത്തുന്നതുമെല്ലാം ചരിത്രത്തിൽ കാണാം. പക്ഷേ റസൂലിന്റെ വിടവാങ്ങലിന് ശേഷം ഖലീഫമാരുടെ കാലത്ത് ഖുബ പതിയെ മസ്ജിദ് നബവി അഥവാ പ്രവാചക പള്ളിയോട് ചേർന്ന ഇടം പോലെയായി മാറി. ഇതുപോലെ ഒറ്റപ്പെട്ടു നിന്ന മറ്റൊരു സ്ഥലമായിരുന്നു ആലിയ. ഇന്നത് നഗരത്തിന്റെ ഭാഗമാണ്. എങ്കിലും ആ പ്രദേശം ഇന്നും അജ്വ ഈന്തപ്പഴത്തിന് പേരു കേട്ടതു തന്നെ. ലാവാ പ്രവാഹം കൊണ്ട് കറുത്ത ചോക്ലേറ്റ് നിറമുള്ള മലകളുള്ള നാടാണ് മദീന. പക്ഷേ അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നല്ല നനവുള്ള വളമുള്ള മണ്ണാണ്. ആലിയയുടെ സ്വന്തം ഈന്തപ്പഴമാണ് നമ്മൾ പറയാൻ പോകുന്ന അജ്വ. ഇന്ന് മദീനയുടെ പല ഭാഗത്തേക്ക് പടർന്നു വിരിയുന്ന കറുത്ത മുത്ത്. പ്രവാചകനിൽ നിന്നും നിവേദനം ചെയ്ത റിപ്പോർട്ടുകളിൽ ആലിയയിലെ അജ്വയെക്കുറിച്ച് പറയുന്നത് കാണാം. അതിന്റെ സവിശേഷതകളും ആരോഗ്യ നേട്ടങ്ങളും എടുത്തു പറയുന്ന ഹദീസുകൾ അഥവാ പ്രവാചക പാഠങ്ങൾ ധാരാളമുണ്ട്. മദീനയുടെ സ്വന്തമാണ് അജ്വ. സൗദിയുടെ തന്നെ പല ഭാഗത്തേക്കും ചില രാജ്യങ്ങളും സ്വന്തമായി ഇവയുടെ തൈകൾ കൊണ്ടുപോയി പരീക്ഷിച്ചെങ്കിലും അത്ര വിജയകരമല്ല. മദീനയുടെ മണ്ണും വെള്ളവും കാലാവസ്ഥയും തന്നെയാണ് അതിന് കാരണം. അജ്വയുടെ കൃഷിരീതിയും പരിചരണവും വിളവെടുപ്പുമാണ് ഇനി പറയുന്നത്. മദീനയിൽ പ്രവാചകനരികിലേക്ക് ഒരിക്കൽ ഒരു സംഘം കർഷകരെത്തുന്നു. അവരൊരു സങ്കടം പറയാനാണ് പ്രവാചകന്റെ അരികിലേക്കെത്തുന്നത്. അവരുടെ ഈന്തപ്പഴത്തിന് വേണ്ട വിധം വിപണിയിൽ ഡിമാൻഡില്ല എന്നതായിരുന്നു ആ സങ്കടം. അന്ന് പ്രവാചകൻ അവരോട് മടങ്ങാൻ പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഈന്തപ്പഴ ഇനമായി അജ്വ എന്ന മദീനയുടെ പ്രിയപ്പെട്ട കറുത്തമുത്ത് മാറുന്നതാണ്. അജ്വയുടെ കൃഷിയും അതിൻ്റെ രീതികളും വിളവെടുപ്പുമാണ് എന്ന് പറയുന്ന കഥ. തോട്ടത്തിലെ പണിക്കാരെല്ലാം പാകിസ്ഥാനികളാണ്. വെയിൽ കൊണ്ടും ചൂടേറ്റും ശീലിച്ചവരാണിവർ. തോട്ടത്തിൽ ചെറിയ ഫാം ഹൗസുകളും ഉണ്ടാകും. മനുഷ്യരിൽ എന്ന പോലെ ആൺ പെൺ ഇനങ്ങൾ ഈന്തപ്പനയിലുമുണ്ട്. കൂട്ടത്തിൽ കരുത്ത് ആൺ പനക്കായിരിക്കും. നല്ല വണ്ണവും ഉണ്ടാകും. പക്ഷേ മനുഷ്യരിൽ എന്ന പോലെ 10 മാസം നീളുന്ന കാത്തിരിപ്പിനൊടുവിലാണ് ഈന്തപ്പഴങ്ങൾ വിരിയുക. ഈന്തപ്പഴത്തിൽ ആൺ പെൺമരമുണ്ട്. അതിന് ആണിൻ്റെ പൂമ്പൊടിയാണ് ഇത് തരുന്നത്. നമ്മുടെ നാട്ടിലെ തേങ്ങ കൊല പോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിനൊരു ഒരു പൊടിയുണ്ട്. ആ പൊടി എടുത്തിട്ട് നമ്മൾ പെൺമരത്തിൽ വെച്ച് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. മറ്റുള്ള മരവുമായിട്ട് ഇതിന് ഭയങ്കര കരുത്തുമായിരിക്കും. നമ്മുടെ നാട്ടിലെ പൂവൻ കോഴിയും പിടക്കോഴിയും പോലെ തന്നെ നല്ല കരുത്തുള്ള ഒരു മരമാണ് ആൺമരം. കരുത്ത് ആണിനാണെങ്കിലും പെണ്ണാണ് വിരിയേണ്ട ഈന്തപ്പഴം സംബന്ധിച്ച് തീരുമാനമെടുക്കുക. അതായത് ഈന്തപ്പഴം വിരിയാൻ പരാഗണം വേണം. അതിനായി കൊണ്ടുവരുന്ന പൂമ്പൊടി ആണിൻ്റേതാണെങ്കിലും പെൺപന ഏതാണോ അതാണ് ഈന്തപ്പനയിലെ ഇനമായി കായായി മാറുക. പന ഉണ്ടോ ആൺപന, അത് ചിലപ്പോൾ അജ്വ അല്ലെങ്കിൽ സഫാവി ആയിരിക്കാം. പക്ഷേ അത് ഏതിൽ വെച്ച് കഴിഞ്ഞാലും ഇപ്പോൾ അജ്വയിൽ വെച്ച് കഴിഞ്ഞാൽ അത് അജ്വയാവുള്ളൂ. അതായത് പന സഫാവി എന്ന് പറയുന്നൊരു പന അജ്വയിൽ വെച്ചിട്ട് സഫാവി ആവില്ല, അത് അജ്വയാവുള്ളൂ. അതേമാതിരി ആ സാധനം അതിൻ്റെ പൂവ് ഏത് ആൺപനയിൽ പെൺപനയിലാണോ കൊണ്ടുവച്ച് ആ പെൺപന ഏതാണോ അത് അതിലുണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അജ്വക്ക് മറ്റു ഈന്തപ്പനകളിൽ നിന്നും വ്യത്യാസമുണ്ട്. അവയുടെ തടിയിലും ഇലയിലുമെല്ലാം. ഇത് അജ്വൻ്റെ ഒരു പ്രത്യേകത, ഈ പട്ട കണ്ടോ ഇതിങ്ങനെ കൂടി നിൽക്കും.
മറ്റുള്ള പഴങ്ങളുടെ ഇത് ഇങ്ങനെ വിടർന്നിട്ട് നിൽക്കും, ഇതിനേക്കായി കുറച്ച് വലിപ്പം ഉണ്ടാവും. അതാണ് അജുവൻ്റെ ഒരു പനക്കുള്ളൊരു പ്രത്യേകത. മരുഭൂമിയിൽ എവിടെയും സുലഭമായി വളരുന്ന ഒന്നാണെങ്കിലും ഈന്തപ്പഴം നന്നായി ഉണ്ടാകണമെങ്കിൽ നല്ല വെള്ളം ലഭിക്കണം. വെള്ളം എത്ര അളവിൽ ലഭിക്കുന്നോ അതിനനുസരിച്ചാണ് വിളവെന്ന് ചുരുക്കം. ഇതിൻ്റെ കൃഷി രീതി കുഴൽക്കിണറുകളാണ്. ഇവിടെ നല്ല വെള്ളത്തിലെ കുഴൽക്കിണറുകളാണ്. 2-3 കുഴൽക്കിണറുകൾ ഉണ്ടാവും. വലിയ പന കൂടുതൽ 1000, 1200, 1300 പനകളൊക്കെ ഉള്ള ഒരു തോട്ടത്തിൽ 2-3 ഒക്കെ കുഴൽക്കിണറുകൾ ഉണ്ടാവും. അത് ഡെയിലി 2 നേരം 3 നേരം ഇത് നനച്ച് കൊടുക്കണം. ഇതിന് വെള്ളമാണ് ഇതിന് മസ്റ്റ്, നിർബന്ധമായിട്ട്. അത് ഉപ്പ് രസമുള്ള ഭാഗത്താണെങ്കിൽ അതിനുള്ള ക്വാളിറ്റിയെ കിട്ടുള്ളൂ. ഈ തൊലി പൊട്ടും കാര്യങ്ങളും നല്ല സൂപ്പർ ക്വാളിറ്റി. ഇപ്പോൾ ഇതേമാതിരിക്കുള്ള സ്ഥലത്തൊക്കെ നല്ല സൂപ്പർ വെള്ളമുള്ള സ്ഥലങ്ങളാണ്. അതാണ് ഇതിൻ്റെ ഈ ഈത്തപ്പനയുടെ ഒരു പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴ മാർക്കറ്റ് ബുറൈദയിലാണ്. ഇവിടെ എല്ലാമുള്ള വെള്ളത്തിന് വ്യത്യാസമുണ്ട്. ഉപ്പുരസമുള്ള വെള്ളം സംസ്കരിച്ചാണ് പല ഭാഗത്തും കൃഷി. മദീനയിലെ വെള്ളം പക്ഷേ തെളിമയാർന്നതും ഉപ്പുരസമില്ലാത്തതുമാണ്. മരുഭൂമിയുടെ മറ്റൊരത്ഭുതം. ആ അത്ഭുതമാണ് ഈ തോട്ടങ്ങളെ വളർത്തുന്നത്. വെള്ളം കെട്ടി നിൽക്കുന്നതിലാണ് നമ്മൾ നോക്കേണ്ടത്. വെള്ളം ഇപ്പോൾ നമ്മൾ വലിയൊരു തട ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കുറേ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. മരത്തിന് എന്ത് കുടിക്കാം. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓല എന്തുമാത്രം പൊക്കം പോകുന്നു അത്രയും മാത്രമേ ഇത് താഴോട്ട് പോകത്തുള്ളൂ വേര്. അതായത് ഈ ഓലയുടെ വീതിക്ക് അതൊരു റൗണ്ട് നമ്മൾ കണക്കാക്കിയാൽ ആ റൗണ്ട് പോലെ തന്നെ ഇതിൻ്റെ വെള്ളം പോകത്തുള്ളൂ. ഇതിൻ്റെ താഴോട്ട് ഇപ്പോൾ മരുഭൂമി ആയതുകൊണ്ട് വെള്ളം കിട്ടി എങ്ങോട്ട് പോയാലും കിട്ടത്തില്ല. അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ ഇതിൻ്റെ ചവിട്ടിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ വേരുകൾ വരുന്നത്. മദീനയുടെ പല ഭാഗത്തും കാലാവസ്ഥാ മാറ്റം കാലക്രമേണ പ്രകടമായിരുന്നു. പണ്ട് വാദികളെയും വെള്ളക്കെട്ടുകളെയും ആശ്രയിച്ചായിരുന്നു കൃഷി. വെള്ളം കുറഞ്ഞതോടെ കുഴൽക്കിണറുകളായി ആശ്രയം. അതിൽ നിന്നും വെള്ളം ഇതുപോലെ ഘട്ടം ഘട്ടമായി ശേഖരിച്ചു വെക്കും. ഇതിപ്പോൾ പഴയ ഒരു സിസ്റ്റമാണ് ഇരുന്നത്. കാരണം നമ്മൾ മേളിലോട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ പമ്പ് കൊടുത്തിട്ട് ഈ ഇതുപോലുള്ള ഗന്ധര എന്നാണ് ഇതിന് പറയുന്നത്. ഈ ടാങ്കിന് പറയുന്നത് ഗന്ധര എന്നാണ്. ആ ഗന്ധരയിൽ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂമി ലെവലിൽ നിന്ന് മേളിലാണ്. അതുവഴി നമുക്ക് അതുവഴി ഇത്രയും ഇത് കൊണ്ടുപോയിട്ട് ഗ്രാവിറ്റിയിൽ ഇതായിരുന്നു പണ്ടത്തെ സ്റ്റൈലാണ്. ഇപ്പോൾ അത് മാറ്റി ഈ ചെറുതായിട്ട് കെട്ടിയിരിക്കുന്ന കാണയിൽ കൂടെ ഇങ്ങനെ ഒഴുകി മരത്തിൻ്റെ ചവിട്ടി പൊയ്ക്കോളും. ഇപ്പോൾ എല്ലാം പൈപ്പ് സിസ്റ്റം ആക്കി. ഇത് പഴയ സിസ്റ്റം ആയതുകൊണ്ട് അതിപ്പോൾ സ്റ്റോപ്പാണ്. വെള്ളം ഇപ്പോൾ പൈപ്പ് ലൈൻ വഴി വേരിനരികിലേക്ക് നേരിട്ട് എത്തുന്നുണ്ട്. വെള്ളത്തിന് പുറമെ വളവും നന്നായി ലഭിക്കണം. ജൈവവളമാണ് ഉപയോഗിക്കുക. നനച്ച് കണ്ടിന്യൂ ആയിട്ട് നനച്ചുകൊണ്ടിരിക്കണം. നനവിന് വിളവുള്ള ടൈമിലും വിളവില്ലാത്ത ടൈമിലും ഡിലേ ആകാൻ പാടില്ല. അത് നനച്ചുകൊണ്ടേ ഇരിക്കണം. 2 നേരം 3 നേരം നനച്ചുകൊണ്ടിരിക്കണം. പിന്നെ വെള്ളം കുഴൽക്കിണറുണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. പിന്നെ വളങ്ങൾ ഇട്ട് കൊടുക്കും. ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കും. കോഴിക്കാട്ടം, ആട്ടുംകാട്ടം, അങ്ങനെയുള്ള ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കും. മറ്റുള്ള കെമിക്കലൊന്നും യൂസ് ചെയ്യാറില്ല. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഏതാണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് പരാഗണം നടത്തുക. ജനുവരി ഫെബ്രുവരിയോടെ ചെറിയ കായാകും. അതിൽ ചെറിയ കായകൾ പറിച്ചൊഴിവാക്കും. സെർബാൻ ചെയ്യുക എന്നാണിതിന് സൗദികൾ പറയുക. ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇതിൻ്റെ ചെറിയ മുട്ടുകളായിട്ട് വരിക. അത് അന്ന് മുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് പൊടിയിട്ട് കൊടുക്കും. പരാഗണം ചെയ്യാന്ന് പറയും. അത് ആൺപനയുടെ അതിന് പൂവെടുത്തിട്ട് നമ്മൾ അതിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കലാണ്. ഇതിൽ വെച്ച് കട്ടലാണ് ഇതിൽ പൊതുവെ ചെയ്യാറ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസം 20 ദിവസം 30 ദിവസം കഴിഞ്ഞ് അതിങ്ങനെ വലുതായി വരും തോറും ഇത് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നിൻ്റെ അടിയിൽ നിന്ന് ഒന്നിനെ പിരിഞ്ഞ് നമ്മൾ ഒഴിവാക്കും. ഈ കായകൾ വന്നത് അതിന് സൗദിയിൽ പറയാം സർബാൻ ചെയ്യാന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ സാധനം പ്രീമിയം വലുതായി വരും. അതായത് ഒട്ടി നിന്നാൽ കഴിഞ്ഞാൽ ഒന്നിന് വലുതാകാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഒന്നിൻ്റെ അടിയിൽ നിന്ന് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടും പാടെ ഒന്ന് കുറച്ച് സൈസ് ഇതിൻ്റെ വലുതാവും. ഈ ഒരു ഘട്ടം മുതൽ അജുവ ഈന്തപ്പഴ കൃഷിയിൽ സജീവ ശ്രദ്ധ വേണം. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം. അത് നമ്മൾ വെച്ചിരിക്കുന്ന സാധനം ഓരോ മരത്തിനും ഓരോ കണക്കാണ്. ഇപ്പോൾ അജുവാക്ക് കുറച്ച് വെച്ചാൽ മതി. റബിയ എന്ന് പറയുന്ന സാധനത്തിന് ഇച്ചിരി കൂടുതൽ വെക്കണം. എന്നിട്ട് നമ്മൾ 3-ാം പക്കം അജുവാട ഇത് എടുത്ത കാരണം ഇതിൻ്റെ സ്മെല്ല് അതിന് കിട്ടിയാൽ മതി.
പൂമ്പൊടിയുടെ സ്മെല്ലാണ് കിട്ടേണ്ടത്. അന്നേരം നമ്മൾ ആ 3 ദിവസം കഴിയുമ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് ഒഴിവാക്കും. റബിയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം വെച്ചേക്കണം. കാരണം അതിന് കുറച്ച് പവർ കൂടുതലാണ്. ഒരുപാട് കൊലകളുണ്ടാകുന്ന ഭയങ്കര താക്കത്താണ് ആ മരത്തിന്. അന്നേരം അത് കുറച്ച് കൂടുതൽ ദിവസം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പൂമ്പൊടി കിട്ടിയെന്ന് നമുക്കറിയാനൊക്കെ കണ്ടാൽ തന്നെ. കാരണം ചെറിയൊരു ഇളം പച്ച നിറത്തിൽ ഉണ്ടാകുന്ന ആ കായ് ശരിക്കും ഈ പച്ച നിറമാകും. അന്നേരം നമ്മൾ പൂമ്പൊടി ഒഴിവാക്കണം. നമ്മളതങ്ങ് ഓപ്പണാക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോയി കഴിയും. പൂമ്പൊടിക്ക് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ കുറച്ച് താഴത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കും. അത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പാകമാകുമ്പം ഈ ഓലയിൽ നമ്മൾ ഓരോന്ന് വെച്ച് കെട്ടണം. അതായത് ഇതിൻ്റെ കൊല വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓലയുടെ ആയിട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇത് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ സ്വയം കൊലക്ക് പിടിച്ചിരിക്കാൻ പറ്റിയല്ല. അത് കാരണം നമ്മൾ ഓരോ മട്ടലിലും അത് ഹാഫാക്കി തിരിച്ചിട്ട് നേരെ വെച്ച് കൊടുക്കുകയും ചെയ്യും. ആ ടൈം തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഈ കായ്കൾ നമുക്ക് വേണ്ടാത്ത ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്തു വെക്കും. അതിൻ്റെ കൂടെ ചെറിയൊരു കെട്ടും കൂടെ കൊടുക്കണം. കാരണം ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് കാറ്റടിക്കുന്നതുകൊണ്ട് കെട്ടിവെക്കുന്നുണ്ട്. ചെറുകായകൾ ഇങ്ങനെ താഴെ വീഴ്ത്തും. ഇതോടെ മറ്റു കായകൾക്ക് കരുത്തേറും. ചില രാജ്യക്കാർ ഇങ്ങനെ തള്ളിയിടുന്ന ഈ പച്ച ഈന്തപ്പഴങ്ങൾ അച്ചാറിനും മറ്റും ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഒരു സർബാൻ നടന്ന് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നമുക്ക് കൊലയിൽ കൂടുതലായിട്ട് വരുന്ന സാധനങ്ങൾ വലിപ്പം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇടക്കിടക്ക് പറിച്ച് കളയും. ആ സാധനമാണ് ഈ കാണുന്നത്. ഇന്തോനേഷ്യക്കാരൊക്കെ ഈ പരുവത്തിലും ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. മദീനയുടെ മണ്ണിലെ അജുവ ഇത്ര കരുത്തോടെ ഉണ്ടാകും. അതിനാൽ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രീമിയം നിരക്കിലാണ് വിദേശത്തെല്ലാം വില. മദീനയാണ് അജുവ ഉള്ള സ്ഥലം. മദീനയിലെ മണ്ണിലാണ് അജുവ അതിൻ്റെ ഒറിജിനൽ അത് ഉണ്ടാവുക. അത് ഇതിൻ്റെ ചരിത്രം പറയുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഗുബ്ബ, ഹവാലി, അജുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയാണ്. അത് ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെയാണ്, ഇവിടെ അങ്ങനെ തന്നെയാണ്. മാർക്കറ്റിലൊക്കെ ഭയങ്കര പ്രൈസാണ് അജുവക്ക്. ഇവിടുത്തെ മണ്ണിന് തന്നെ പ്രത്യേകതയുണ്ട്. വെള്ളവും വളവും പിടിച്ചു നിർത്താൻ ശേഷിയുള്ളതാണ് മദീനയിലെ ഈ തോട്ടങ്ങളിലെ മണ്ണ്. അതുപോലെ തന്നെ ഈ സ്ഥലം മദീനയിലെ ആലിയ എന്നുള്ള സ്ഥലത്താണ്. കണ്ട ഏറ്റവും കൂടുതൽ കാരക്കക്ക് പ്രത്യേകതയുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടുത്തെ ആ മണ്ണിൻ്റെ ഇത് തന്നെ കാണാം. ശരിക്കും വെള്ളം പിടിച്ചു നിർത്തുന്ന ഒരു മണ്ണാണ് ഇവിടുത്തത്. പിന്നെ ഇത് ഹദീസിൽ പറഞ്ഞിരിക്കുന്ന അജുവത്തുൽ ആലിയ എന്ന് പറയുന്നത് ഈ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഈ പ്രദേശത്തെ സാധനമാണ്. കായ ഏകദേശം ഈ വലിപ്പത്തിലായാൽ പിന്നീടുള്ള പണി അവയുടെ സംരക്ഷണമാണ്. കനത്ത വെയിലിൽ പൊള്ളുന്ന ചൂടിലാണ് അജുവ ഉണ്ടാവുക. അതായത് 45 ഡിഗ്രിക്കടുത്തുവരെ ചൂട് ലഭിക്കണം. അപ്പോൾ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നം ഈന്തപ്പനയിലെ നീര് സൂര്യതാപത്തിൽ വലിഞ്ഞു പോകുന്നതാണ്. അത് തടയാൻ കൃഷിക്കാർക്ക് ഒരു കുറുക്കുവിദ്യയുണ്ട്. ഇത് മറക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് കിളികൾ കൊത്തുന്നതിന് ഇതിന് നെറ്റിടും. അതിപ്പോഴല്ല, ഇപ്പോൾ പിന്നെ പച്ചയാണ്, ഇത് പഴുത്തിട്ടില്ലല്ലോ. ഇത് പഴുക്കണ സീസൺ ആകുമ്പോൾ ഇത് പച്ചയിൽ നിന്ന് ഇനി ബ്രൗൺ കളറായി വരും. ബ്രൗൺ കളറിൽ നിന്ന് പിന്നെ പഴുത്താൽ ബ്ലാക്ക് കളറായി വരും. അതാണ് ഇതിൻ്റെ അജുവൻ്റെ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഇത് കായകൾ വരുന്ന ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ടിലേക്ക് വെള്ളം വലിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഈ കായലിലേക്ക് വരുന്നതിൻ്റെ നീര് വലിയതിന് സൂര്യൻ്റെ ചൂടിൽ വരുന്നതിന് ഇത് തണ്ടിനെ മൊത്തം മറക്കും. ഇതിനെ പട്ട വെച്ചിട്ടും പല ഇതും ചെയ്തിട്ട് അതിനെ മറക്കും. എന്നിട്ട് ഇതിന് തണുപ്പ് എപ്പോഴും കൊടുക്കും. എന്നാലാണ് ഇത് നല്ല വളർച്ചയും അത് അതിൻ്റെ ആ കളർ കറക്റ്റ് ആ ബ്രൗണിൽ നിന്ന് മാറിയിട്ട് കറുപ്പ് കളറാവുള്ളൂ അജുവൻ. അതാണ് അജുവൻ്റെ ഒരു രീതി. ഇതിനിടയിൽ കാലാവസ്ഥ മാറ്റമുണ്ടാകും. ഇടിവെട്ടും, മഴ പെയ്യും. ഇതുപോലെ മദീനയുടെ പല ഭാഗത്തു കൂടിയും താൽക്കാലിക പുഴകൾ അഥവാ വാദികൾ ഒഴുകും. അടുത്തൊരു വെയിൽ വരെ മാത്രമാണിവക്ക് ആയുസ്. ഈ ഇടിയും മഴയുമെല്ലാം ചേർന്നതാണ് അജുബയുടെ ജീവിതം. മഴയൊക്കെ കഴിഞ്ഞ് ഈന്തപ്പഴം മരത്തിൽ വെച്ച് തന്നെ വൃത്തിയാക്കിയെടുക്കും. ഇതിനുശേഷം ഏതാണ്ട് 4 മാസത്തോളം നീളുന്ന കാത്തിരിപ്പാണ്. ഇതിനുശേഷമാണ് ഘട്ടം ഘട്ടമായി വിളവെടുപ്പ് കാലത്തിലേക്ക് എത്തുന്നത്.
മഴ പെയ്യുന്നതോടെ തോട്ടത്തിൽ പുല്ലു നിറയും. തോട്ടം വൃത്തിയാക്കാൻ ജീവനക്കാരുണ്ട്. അവർ പുല്ലെല്ലാം പറിച്ചു നീക്കും. പുല്ലിങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനോട്ട് നമ്മുടെ കീടങ്ങളൊക്കെ മേലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട് ഈ പുല്ലിൽ നിന്നുകൊണ്ട്. അന്നേരം നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ തടങ്ങളും എല്ലാം ക്ലീൻ ആക്കും. അപ്പോൾ ആ ചെറിയ മരത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം, ആ പുല്ല് വളർന്നു കഴിഞ്ഞാൽ ആ കൊലയായിട്ട് മുട്ടും. അത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വർഷത്തിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ക്ലീനാക്കി ചെയ്തുകൊണ്ടിരിക്കണം. കാരണം കൂടുതൽ വെള്ളമുള്ള സ്ഥലമായതുകൊണ്ട് എപ്പോഴും പുല്ല് വളർന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മഴയ്ക്ക് മുമ്പും ശേഷമായൊക്കെ എത്തിയ പൊടിക്കാറ്റോടെ ഈന്തപ്പഴത്തിൽ പറ്റിയ പൊടിയെല്ലാം വൃത്തിയാക്കലാണ്. പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഓരോ അജുവയുടെ ഈന്തപ്പഴക്കുലകളും വൃത്തിയാക്കും. ഇതിപ്പോൾ നമ്മളിപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പച്ചവെള്ളം കൊണ്ടാണ് കഴുകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം മഴ പെയ്തു, അതിൻ്റെ അന്നേരം ഒരുപാട് പൊടികൾ വന്ന് തടഞ്ഞു നിൽക്കുന്നുണ്ട്. അതൊക്കെ കഴുകി കളയുക നമ്മൾ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഓലയുടെ പുറത്ത് നമ്മൾ ഇതിൻ്റെ തന്നെ ഓല വെച്ച് കെട്ടും. പിന്നീട് കുല വലുതാകും. അപ്പോഴേക്കും ഇതുപോലെ അവ തുണി കൊണ്ടോ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ മൂടും. അത് കൊല വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താങ്ങാൻ ഓലയിൽ വെച്ചാൽ പോലും താങ്ങാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുന്ന കൊലകൾ, വലിയ കൊലകൾ നമ്മൾ അതിൻ്റെ മേൽത്തണ്ടുമായിട്ട് ഡയറക്റ്റ് പ്ലാസ്റ്റിക് കയർ വെച്ചിട്ട് കെട്ടുക. അത് കൂടുതൽ 2-3 ഐറ്റം സഫാവിക്കും ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അജുവായാലും വലിയ കൊലകൾ വരികയാണെങ്കിൽ നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കും. കാരണം അതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. പിന്നീട് 2 മാസത്തോളം കാത്തിരിപ്പ്. അതുവരെ ഉഹുദിന്റെ ചൂടേറ്റ് അതു കടന്നെത്തുന്ന കാറ്റേറ്റ് അജുവ പുതച്ചു മൂടിക്കിടക്കും. അതിനകത്ത് റസൂലിന്റെ പുകഴ്ത്തലിന്റെ കുളിരേറ്റവ പഴുത്തു തുടങ്ങും. പിന്നെ വിളവെടുപ്പാണ്. ഒരു 2 മാസം കൊണ്ട് ഇത് മൊത്തം അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് ഒക്കെ തരംതിരിക്കൽ കഴിയും ഇതിൻ്റെ അജുവൻ്റെ. ഇപ്പോൾ ഈ വെട്ടുന്ന ടൈം ഉണ്ടല്ലോ, ഈ വെട്ടുന്ന ടൈമിൽ നമ്മൾ ഇതിന് വെള്ളം നിർത്തി വെക്കും. എന്നാലാണ് ഇത് ഡ്രൈ ആവുള്ളൂ. പിന്നെ ചൂട് കൂടുന്നതനുസരിച്ചിട്ട് അത്രയും ഇത് പഴുക്കുന്ന ടൈമിൽ ചൂട് കൂടുന്നത് അത്രയും നല്ലതാണ്. മരത്തിന് മുകളിൽ കയറി ഈന്തപ്പഴങ്ങളുടെ തണ്ടിന്റെ മേൽഭാഗം വെട്ടും. അവ താഴേക്ക് പതിച്ച് വീഴാതിരിക്കാൻ പട്ടയിൽ തന്നെ തൂക്കി കയറിന്റെ പിൻഫലത്തോടെ താഴേക്ക്. ഇവ അങ്ങനെ താഴെ തന്നെ സൂക്ഷിക്കും. ഒരു മരത്തിൽ ഏതാണ്ട് 80 കിലോയോളം ഈന്തപ്പഴമുണ്ടാകും. അവയിൽ ചിലത് കറുപ്പ് നിറമായിട്ടുണ്ടാകും. അതാണ് അജുവ. പച്ചയിൽ നിന്നും ഇക്കാണുന്ന ചുവപ്പ് നിറമാണ് ആദ്യമാവുക, അതിൽ നിന്ന് കറുപ്പും. പക്ഷെ ചിലതൊന്നും കറുപ്പായിട്ടില്ല. അവ ഇനി അജുവയാകില്ല. അതിനാൽ ഇവ ഉണക്കി കാരക്കയാക്കി മാറ്റേണ്ടി വരും. ഇക്കാണുന്ന പോലെ വലിയ വലിപ്പമുള്ളവക്ക് നല്ല വിലയാണ് മാർക്കറ്റിൽ. കിലോക്ക് 20 റിയാൽ, അതായത് 460 രൂപ മുതലാണ് വില. അത് ചെറിയ ഇനത്തിന്. വലിയ ഇനമാണെങ്കിൽ വില അതുപോലെ ഉയരും. റെഡ് കളറായി കഴിഞ്ഞാൽ പിന്നെ അതിനെ കറുപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ തുണി കെട്ടിവെക്കൽ. ചോത്ത് കഴിഞ്ഞാൽ പിന്നെ വെയിൽ കൂടുതൽ സൂര്യപ്രകാശത്തിൽ അടിക്കാൻ പാടില്ല. അടുത്ത് കഴിഞ്ഞാൽ ചോത്ത് കൊണ്ടേ നിൽക്കും. ഇത് നമ്മൾ മൂടി കഴിഞ്ഞാലാണ് ഇത് കറുത്ത കളറായി വരുള്ളൂ, അജുവൻ്റെ കളറായി വരുള്ളൂ. പാകിസ്ഥാനികളാണ് ഈ രംഗത്തുള്ള ജോലിയിൽ കൂടുതലും. തോട്ടത്തിൽ നിന്നും അവ നേരെ ഇതിനകത്തുള്ള സംഭരണ കേന്ദ്രത്തിന് അരികിലേക്ക് കൊണ്ടുപോകും. ഉന്തുവണ്ടിയിൽ ചെറുകെട്ടുകളായാണ് അവ കൊണ്ടുപോകുക. സാധാരണ ഇതിലും കൂടുതലുണ്ടാകും. പക്ഷേ ഷൂട്ടിനായി അവർ നേരത്തെ ചെയ്യുന്ന എല്ലാ പ്രോസസ്സും നമുക്കായി കാണിക്കുകയാണ്. ഇങ്ങനെ തണലിലെത്തിച്ച ഈന്തപ്പഴം അവർ 4 ഭാഗമാക്കും. 1 പഴുക്കാത്തവ. അവ തൊട്ടടുത്ത ഷെഡിൽ ഇതുപോലെ ഉണക്കാനായി തൂക്കിയിടും. രണ്ടാമത്തേത് ചെറിയ വലിപ്പമുള്ളവ. മൂന്നാമത്തേത് മീഡിയം സൈസ്. നാലാമത്തേത് പ്രീമിയം സൈസ് അഥവാ ഏറ്റവും വില കൂടിയ ഇനം. ഇങ്ങനെയെല്ലാം അവയെ വേർതിരിച്ചെടുക്കും. വേർതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ഈ ഇതിൻ്റെ കൊലയിൽ പല ഐറ്റംസ് ഉണ്ട്. അതായത് പ്രീമിയം സൈസ് ഉണ്ടാവും, മീഡിയം സൈസ് ഉണ്ടാവും, മീഡിയം പ്ലസ് ഉണ്ടാവും, സ്മോൾ ഉണ്ടാവും,
ലാർജ് നമ്മൾ പറയില്ലേ, അങ്ങനെ സൈസുകളുണ്ടാവും. അത് നമ്മൾ ഈ കാർട്ടൂണിൽ ഇങ്ങനെ തരംതിരിക്കണം. ഇത് സ്മോളാണ്, ഇത് കുറച്ച് അതിൻ്റെ മീഡിയം സൈസാണ്. വിളവെടുക്കുന്നവയിൽ പൊടിയുണ്ടാകും. ഇവ ബ്രഷ് മെഷീനിലിട്ടാണ് പിന്നീട് എത്തിക്കുന്നത്. കെമിക്കലൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ അജുവ നേരിട്ട് വിപണിയിലേക്ക് പോകുന്നു. ഇത് പൊടിപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ അപ്പം ഇങ്ങനെ ഇത് ഉണ്ടല്ലോ, നമ്മളിനി അതിലിട്ട് വരുതി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ഷെയ്ഡിങ് ഒക്കെ ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ മെഷീനിലിട്ടിട്ട് ക്ലീൻ ചെയ്ത് ബ്രഷ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നും കൂടി നിറം വെക്കും, വൃത്തിയാവും. വേറെ പിന്നെ ഇതിലൊന്നും കെമിക്കലൊന്നും അടിക്കണമില്ല, അതുകൊണ്ട് വേറെ ടെൻഷനൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. പൊടിയും മണ്ണും പറ്റുന്നതാണ് ഈന്തപ്പഴങ്ങൾ. അതിനാൽ കഴുകി തന്നെ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഒരു അജുവ ഈന്തപ്പഴം ശരാശരി 40 മുതൽ 60 വർഷം വരെയൊക്കെ നിലനിൽക്കും. ശരാശരി ഒരു മനുഷ്യായുസ്സോളം. ये जो ट्री है ना, ये तकरीबन 45 जो है ना एज इसकी है। तो इससे छोटा जो है कुछ 30 का है, कुछ 35 का है, कुछ 20 का है। तो ये लॉन्ग लाइफ होता है, तकरीबन 100 साल, 150 साल, 200 साल तक भी ये चलता है इसका, अगर इसको पानी मिलता रहे तो। ये वाला जो है ये 35 का है, वो 45 का है, ये 35 पेड़ का है, ये वाला जो है। और इसमें भी जो है ना ये टोटल यहाँ से लेके वहाँ तक ये सारा जो है ना അജുവയുടെ തോട്ടത്തിൽ തന്നെ അംബർ, സഫാവി എന്നീ ഇനങ്ങളും വളരും. എല്ലാം കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കും. ആവശ്യാനുസരണം വിപണിയിലെത്തിക്കും. ഇത് സഫാവി അജുവൻ്റെ അതേപോലെ തന്നെ. അജുവ കഴിഞ്ഞാൽ പിന്നെ ഒരു മാർക്കറ്റിലുള്ള സാധനം തന്നെയാണ് സഫാവി. അജുവൻ്റെ അതേപോലെ തന്നെ സെയിം പ്രോസസ്സിങ് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ തരംതിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ നിന്നും മദീനയിലെ സൂക്കിലേക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈന്തപ്പഴ ചന്തയായ ബുറൈദയിലേക്കും അജുവ എത്തും. ഇന്ത്യയുൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം വൻ ഡിമാൻഡുള്ള ഇനം കൂടിയാണ് അജുവ. വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുൾപ്പെടെ പോഷക സമൃദ്ധം. ഹൃദയാരോഗ്യം, ദഹനം, രോഗപ്രതിരോധ ശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായി അജുവക്ക് കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇസ്ലാമിക പാഠങ്ങൾ പ്രകാരം ശരാശരി ആരോഗ്യമുള്ളവർ അജുവ ഈന്തപ്പഴം വെറും വയറ്റിൽ കഴിക്കുന്നത് രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുമെന്നാണ് പ്രവാചക പാഠം. അധികമല്ല അജുവയുടെ മധുരം. പ്രവാചകന്റെ ജീവിതം പോലെ എളിമയുണ്ടതിന്. മധുരത്തിലും നിറത്തിലും അതിരുകവിയാത്ത കറുത്ത മുത്ത്. കറുപ്പിൽ അഴക് നിറയുന്നത് മക്ക മദീനയിൽ പലയിടത്തും കാണാം. കറുത്ത പുടവയണിഞ്ഞ കാബ, അതിൽ കയറി ആദ്യമായി ബാങ്ക് വിളിച്ച കറുത്ത നിറമുള്ള ബിലാൽ, അതിൽ പുളകം കൊണ്ട കാബയിലെ കറുത്ത മുത്തായ ഹജറുൽ അസ്വദ്. അതുപോലെ കറുപ്പിന്റെ അമിതമാകാത്ത മധുരം കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധയും വിലയും പ്രീതിയും ഏറ്റുവാങ്ങിയ ഇനം കൂടിയാണ് അജുവ. ഉഹുദിന്റെ സംരക്ഷണത്തിൽ കുബായുടെ വെളിപ്പാടകലെ റസൂൽ ഉറങ്ങുന്ന മദീനയുടെ മണ്ണ് നിശബ്ദമായി അതിനെ പുണർന്ന് വിളയിച്ചുകൊണ്ടേയിരിക്കുന്നു.